നമസ്കാരം, ചിത്രോദയം സ്നാപ് ന്യൂസിലേക്ക് സ്വാഗതം. വരാനിരിക്കുന്ന ഉപതിരഞ്ഞെടുപ്പിൽ വയനാട് ലോക്സഭാ മണ്ഡലത്തേക്കാൾ തിളങ്ങുക പാലക്കാട് നിയമസഭാ മണ്ഡലമാകും. വയനാട് പ്രിയങ്ക ഗാന്ധിക്ക് വിജയം ഉറപ്പുള്ള മണ്ഡലമാണെങ്കിൽ പാലക്കാട് തീപാറും പോരാട്ടം നടക്കുന്ന മണ്ഡലമാണ്. 2021 ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിനൊടുവിലാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥി ഷാഫി പറമ്പിൽ ജയിച്ചു കയറിയത്. മെട്രോമാൻ ഇ ശ്രീധരനെ ഇറക്കിയുള്ള BJPയുടെ പരീക്ഷണം UDFനെയും LDFനെയും വിറപ്പിച്ചിരുന്നു. കോൺഗ്രസ് ക്യാമ്പിൽ 2 പേരുകളാണ് പാലക്കാട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ പറഞ്ഞു കേൾക്കുന്നത്. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ, നടൻ രമേശ് പിഷാരടി എന്നിവരുടേതാണ് ആ പേരുകൾ. പാലക്കാട്ടുകാരനായ കോൺഗ്രസുകാരൻ എന്നതാണ് രമേശ് പിഷാരടിക്ക് സാധ്യത കൂട്ടുന്നത്. അതേസമയം BJPക്ക് വേണ്ടി 3 പേരുകളാണ് ചർച്ചയിലുള്ളത്. സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശോഭാ സുരേന്ദ്രൻ, സന്ദീപ് G വാര്യർ, C കൃഷ്ണകുമാർ എന്നിവരിൽ ആരെങ്കിലും BJP സ്ഥാനാർത്ഥിയാകുമെന്നാണ് സംസാരം. BJP ഔദ്യോഗികമായി ഇക്കാര്യത്തിൽ തീരുമാനമെടുത്തിട്ടില്ല. എങ്കിലും സാധ്യതയുള്ള പേരുകൾ മാധ്യമങ്ങളിൽ നിറയുകയാണ്. കൂടുതൽ സാധ്യത ശോഭാ സുരേന്ദ്രനാണ് എന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. മത്സരിക്കുന്ന മണ്ഡലങ്ങളിലെല്ലാം BJPയുടെ വോട്ട് വിഹിതം കൂട്ടുന്നതാണ് ശോഭാ സുരേന്ദ്രന് അനുകൂലമാകുന്ന ഘടകം. നേരത്തെ ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിലും കഴക്കൂട്ടം നിയമസഭാ മണ്ഡലത്തിലും ശോഭ ഇക്കാര്യം തെളിയിച്ചതാണ്. ഏറ്റവും ഒടുവിൽ ആലപ്പുഴ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ശോഭയുടെ പ്രകടനം മികച്ചതായിരുന്നു. അതേസമയം ശോഭ വരുന്നത് തടയാൻ പാർട്ടിയിലെ ഒരു വിഭാഗം ശ്രമിച്ചേക്കുമെന്നും കേൾക്കുന്നു. പാലക്കാട് നഗരസഭാ പരിധിയിലെ വോട്ടുകളിൽ BJPയാണ് ലീഡ് ചെയ്തത്. അതുകൊണ്ട് തന്നെ ആഞ്ഞുപിടിച്ചാൽ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ വിജയം കൊയ്യാനാകുമെന്ന് BJP കണക്ക് കൂട്ടുന്നു. മണ്ഡലത്തിൽ ശക്തമായ പ്രചരണത്തിന് തുടക്കമിടാനാണ് ആലോചന. ഇതിന്റെ ഭാഗമായിട്ടാണ് കേന്ദ്രമന്ത്രിമാർക്കുള്ള സംസ്ഥാനതല സ്വീകരണം പാലക്കാട് സംഘടിപ്പിക്കാൻ തീരുമാനിച്ചത്. ജൂലൈ 5 വൈകിട്ടാണ് സുരേഷ് ഗോപി, ജോർജ് കുര്യൻ എന്നീ കേന്ദ്രമന്ത്രിമാർക്കുള്ള സ്വീകരണം. സംസ്ഥാനത്തെ പ്രധാന നേതാക്കളെല്ലാം പങ്കെടുക്കുന്ന പരിപാടിയിൽ ജനപങ്കാളിത്തം ഉറപ്പിക്കാൻ BJP ശ്രമം തുടങ്ങി. അതേസമയം BJPക്ക് വേണ്ടി പത്മജ വേണുഗോപാൽ മത്സരിക്കുമെന്ന് അടുത്തിടെ അഭ്യൂഹമുണ്ടായിരുന്നു. പത്മജയുടെ BJP പ്രവേശനം തൃശൂരിൽ ഗുണം ചെയ്തുവെന്നാണ് പാർട്ടിയുടെ വിലയിരുത്തൽ. അതേസമയം ഉപതെരഞ്ഞെടുപ്പ് ഇടതുപക്ഷത്തിന് അഭിമാന പോരാട്ടമാകും. സർക്കാർ വിരുദ്ധ വികാരം നിലനിൽക്കുന്നു എന്ന UDF പ്രചരണത്തിന്റെ മുനയെടുക്കേണ്ടത് LDFന് അനിവാര്യമാണ്. അതുകൊണ്ട് തന്നെ കരുത്തരായ സ്ഥാനാർത്ഥികളെ CPM രംഗത്തിറക്കും. പാലക്കാട്, തൃശൂരിലെ ചേലക്കര എന്നീ നിയമസഭാ മണ്ഡലങ്ങളിലും വയനാട് ലോക്സഭാ മണ്ഡലത്തിലുമാണ് ഉപതെരഞ്ഞെടുപ്പ് വരുന്നത്. അതേസമയം BJP നേതാവ് ശോഭാ സുരേന്ദ്രനെതിരെ അപകീർത്തി കേസ് നൽകി LDF കൺവീനർ EP ജയരാജൻ. തനിക്കെതിരെ വ്യാജ ആരോപണങ്ങൾ ഉന്നയിച്ച് അപകീർത്തിപ്പെടുത്താൻ ശ്രമിക്കുന്നുവെന്ന് ചൂണ്ടിക്കാട്ടിയാണ് EPയുടെ നടപടി. കണ്ണൂർ ജുഡീഷ്യൽ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലാണ് EP ജയരാജൻ കേസ് കൊടുത്തത്. നേരത്തെ ശോഭാ സുരേന്ദ്രനെതിരെ സംസ്ഥാന പോലീസ് മേധാവിക്ക് EP ജയരാജൻ പരാതി നൽകിയിരുന്നു. തനിക്കെതിരായ ഗൂഢാലോചന അന്വേഷിക്കണമെന്നായിരുന്നു പരാതിയിൽ ആവശ്യപ്പെട്ടത്. നേരത്തെ ശോഭാ സുരേന്ദ്രൻ, ദല്ലാൾ നന്ദകുമാർ, KPCC അധ്യക്ഷൻ K സുധാകരൻ എന്നിവർക്ക് EP വക്കീൽ നോട്ടീസ് അയക്കുകയും ചെയ്തിരുന്നു. ആരോപണങ്ങൾ പിൻവലിച്ച് മാധ്യമങ്ങളിലൂടെ മാപ്പ് അപേക്ഷിച്ചില്ലെങ്കിൽ സിവിൽ ക്രിമിനൽ നിയമ നടപടികൾക്ക് വിധേയമാകണമെന്നും 2 കോടി രൂപ നഷ്ടപരിഹാരം നൽകണമെന്നുമായിരുന്നു നോട്ടീസിൽ പറഞ്ഞിരുന്നത്. ഇതിന് പിന്നാലെയാണ് EP ഇപ്പോൾ ശോഭാ സുരേന്ദ്രനെതിരെ അപകീർത്തി കേസ് നൽകിയത്. തന്നെയും പാർട്ടിയെയും അധിക്ഷേപിക്കുന്നതിനും കരിവാരി തേക്കുന്നതിനും വേണ്ടി നടത്തിയ ഗൂഢാലോചനയുടെ ഫലമാണ് ആരോപണങ്ങളെന്ന് EP പരാതിയിൽ ചൂണ്ടിക്കാണിക്കുന്നു. പത്രങ്ങളിലും വാർത്താ ചാനലുകളിലും ഉൾപ്പെടെ നൽകിയ അഭിമുഖങ്ങളിലും പ്രതികരണങ്ങളിലും അപവാദം പ്രചരിപ്പിച്ചുവെന്നും അദ്ദേഹം ആരോപിച്ചു. നേരത്തെ പത്തനംതിട്ടയിലെ BJP സ്ഥാനാർത്ഥി അനിൽ ആന്റണിക്കെതിരെയും ആലപ്പുഴയിലെ സ്ഥാനാർത്ഥി ശോഭയ്ക്കെതിരെയും ദല്ലാൾ നന്ദകുമാർ നടത്തിയ വെളിപ്പെടുത്തലുകളാണ് EP ജയരാജനെതിരായ ആരോപണങ്ങളിൽ എത്തിനിന്നത്. EP ജയരാജൻ BJPയിലേക്ക് വരാൻ താൽപ്പര്യം കാട്ടിയെന്നും ഇതിനായി ചർച്ച നടത്തിയെന്നുമായിരുന്നു ശോഭയുടെ ആരോപണം. താനും നന്ദകുമാറും ജയരാജനും രാമനിലയത്തിൽ വെച്ച് ചർച്ച നടത്തിയെന്നുമായിരുന്നു ശോഭാ സുരേന്ദ്രൻ പറഞ്ഞത്. താൻ CPMൽ ചേരാൻ ശ്രമിച്ചിട്ടില്ല. തന്നെ കാണാൻ EP ജയരാജൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞതുകൊണ്ടാണ് ചെന്നതെന്നും അവർ ആരോപിച്ചിരുന്നു. 3 തവണ താൻ ജയരാജനുമായി ചർച്ച നടത്തിയിട്ടുണ്ട്. നന്ദകുമാറിനെ ഇതുവരെ തള്ളിപ്പറയാൻ EP ജയരാജൻ തയ്യാറായിട്ടില്ലെന്നും അവർ പറഞ്ഞു. അതേസമയം തിരഞ്ഞെടുപ്പ് കാലത്ത് ഉയർന്നുവന്ന ആരോപണം CPMന് മേൽ പതിച്ച ബോംബ് പോലെയായിരുന്നു. EPയെ പോലെ ഒരു നേതാവ് BJPയിലേക്ക് പോകാൻ ചർച്ച നടത്തിയെന്ന ആരോപണം വലിയ കൊടുങ്കാറ്റാണ് ഉണ്ടാക്കിയത്. കൂടാതെ അദ്ദേഹം പ്രകാശ് ജാവ്ദേക്കറുമായി ചർച്ച നടത്തിയതും വിമർശനങ്ങൾക്ക് വഴിവെച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ EP നിയമ നടപടിയുമായി മുന്നോട്ടു പോകുന്നത്.